കുറിച്ച് പറയാം. അതായത് വിശ്വാസമുള്ളവർ ഒരുപക്ഷെ, വിശ്വാസം ഇല്ലാത്തവർ മറുപക്ഷം. അപ്പോൾ രണ്ടുപേർക്കും ആയിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തായിരിക്കും, ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. അതായത് നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ട അല്ലെങ്കിൽ സാധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കും. അപ്പോൾ എന്താണ്, ദൈവമേ എനിക്ക് അങ്ങനെ ചെയ്തു തരണേ, അങ്ങനെ ചെയ്തു തരണേ, അങ്ങനെ സംഭവിക്കണം. നമ്മുടെ ആ കാര്യം തന്നെ നമ്മൾ ദൈവമേ എന്ന് വിളിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരൻ്റെ പേര് വിളിച്ചിട്ട് ഒരു കാര്യം തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇതല്ലാതെ വേറൊരു രീതി ചിന്തിക്കാം. ഇത് ഈശ്വരനെ വിളിച്ച് പറയുന്നത് കൊണ്ടാണോ നിങ്ങൾക്കൊരു കാര്യം ലഭിക്കുന്നത്, അതോ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒരു കാര്യം തന്നെ നടക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പറയുമ്പോൾ അത് നിരന്തരം അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നു, അതാണ് നമ്മുടെ മനസ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ നാവിലൂടെ പറഞ്ഞില്ലെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു കാര്യം നടക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം വിശ്വാസികൾക്ക് പറയാം, ഞാൻ ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആണ് എനിക്ക് ആ കാര്യം നടന്നു കിട്ടിയത്. അവിശ്വാസികൾക്ക് പറയാം എന്ത്, എൻ്റെ മനസ്സിൽ അത് നേടണം, അത് കിട്ടണം, അത് ശരിയാവണം എന്ന ഒറ്റ ചിന്തയുമായി ഞാൻ നിരന്തരം മനസ്സിലിട്ട് അത് പറഞ്ഞ് പ്രാവർത്തികമാക്കി എടുത്തതാണെന്ന് പറയാം, ഇല്ലേ? അപ്പം രണ്ട് പക്ഷമുണ്ട്. ഒന്ന് ഈശ്വരനെ അവിടെ സാക്ഷി നിർത്തി പറയുന്നു, ഒന്ന് മനസ്സിനെ സാക്ഷി നിർത്തി പറയുന്നു. ഇത് രണ്ടാണെങ്കിലും കാര്യം എന്താണോ നമുക്ക് നടത്തേണ്ടത് അല്ലെങ്കിൽ നടക്കേണ്ടിയിരുന്നത് അത് നടക്കുന്നു, അല്ലേ? അതാണ് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത്. ഞാൻ ശരിയല്ല പറഞ്ഞത്? രണ്ട് രീതിയിലായാലും നമ്മുടെ കാര്യം നടക്കും. അതിൽ പൊതുവായിട്ടുള്ളത് എന്താണ്, നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സിന് ലഭിക്കുന്ന ആ ഒരു പവർ, അതാണ് പ്രധാനമായിട്ടും ഈ കാര്യം നേടിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്നത് എന്ന് വേണം കരുതാൻ. കാരണം മനസ്സിനോട് നമ്മൾ എന്താണോ കൂടുതലായിട്ടും പറയുന്നത് അത് നമുക്ക് നടത്തി എടുക്കാൻ നമ്മുടെ മനസ്സ് ഒരുപാട് സഹായിക്കും. നിരന്തരം നമ്മൾ ആഗ്രഹിക്കണം, അങ്ങനെയെന്ന് ആഗ്രഹിച്ചാൽ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ഒരുപോലെ നിൽക്കും. അതൊരു പക്ഷം പറയുകയാണെങ്കിൽ ഈശ്വരനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, നിങ്ങളും പ്രിയപ്പെട്ട ഈ ദൈവം ആരാണോ ആ ദൈവം അത് അനുവദിച്ച് നിങ്ങൾക്ക് തരുന്നു. ദൈവത്തിനോട് പ്രാർത്ഥിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ആ കാര്യം നടന്നു കിട്ടുന്നു. രണ്ടായാലും കാര്യം നമ്മളുടെ ആഗ്രഹം നടക്കണം. നമ്മൾ ആഗ്രഹിക്കുന്നത് എത്രമാത്രം അത് നടക്കണം എന്ന് മനസ്സിൽ ഉറച്ചിട്ടുണ്ടോ അങ്ങനെയാണ് ആ കാര്യം നടന്നു കിട്ടുന്നത്. നമ്മുടെ മനസ്സാണതിൽ പ്രധാനമായിട്ടും നിൽക്കുന്നത്, ശരിയല്ലേ? അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻറ്റ്, ഇതെല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ.